പശ്ചിമേഷ്യൻ സംഘർഷം 23-ാം ദിവസവും അയവില്ലാതെ തുടരുന്നു. UAEക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി. അബുദാബി ലക്ഷ്യമിട്ടാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത്. ടെഹ്റാനിലും കനത്ത സ്ഫോടനങ്ങൾ തുടരുന്നു. അതിനിടെ US ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. US ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ നൽകുന്നത്. ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കാണ് ഇറാന്റെ മറുപടി. നശിപ്പിക്കപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രസ്താവന ഇറക്കി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ ഊർജ്ജ സംസ്കരണ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളും നാശമുണ്ടാക്കുമെന്ന് ഇറാനും തിരിച്ചടിച്ചു. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ വലിയൊരു പങ്കും ഹോർമുസിലൂടെയാണ് കടന്നുപോകുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത്. ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രയേലിന്റെ ഊർജ്ജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ 5% മാത്രമാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ നടക്കുന്നത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച പല കപ്പലുകളെയും ഇറാൻ സൈന്യം ലക്ഷ്യം വെച്ചു. സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ ചില കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലെ കപ്പലുകളെ തടയുമെന്നാണ് ഇറാന്റെ നിലപാട്. കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണ നടപടികളും ഇറാൻ പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.